നമ്മുടെ വറുത്തരച്ചത് പോർക്ക് കറി തയ്യാറായിട്ടുണ്ട്. ആ കളർ കണ്ടോ, ആ ചാറ് മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണ കഴിച്ചവർ പിന്നെ ഇതിന് അഡിക്റ്റ് ആവും, ഉറപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോർക്ക് വെച്ചിട്ട് നല്ല വറുത്തരച്ചൊരു കറി ചെയ്യാം. സാധാരണ നമ്മൾ പോർക്ക് കറി പണ്ട് മുതലേ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വറുത്തരച്ചൊരു കറി വെക്കാം. നമ്മുടെ പോർക്ക് വിന്താലുവോ പോർക്ക് റോസ്റ്റോ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കും. പക്ഷേ എല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വറുത്തരച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ആ ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പോർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബീഫോ ചിക്കനോ ഏത് വേണമെങ്കിലും, ഏത് മീറ്റ് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറി വെക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 1.5 കിലോ പോർക്കാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ ഫുള്ള് നമ്മൾ വറുക്കാൻ പോവുകയാണ്. ചിരകിയെടുത്ത തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു തേങ്ങയാണ് കേട്ടോ, ഒരു വലിയ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെങ്കിൽ നമുക്ക് 2 എണ്ണം എടുക്കാം. നമ്മൾ എടുക്കുന്ന മീറ്റിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാൻ. ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ നമ്മൾ വറുത്തെടുക്കുക. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതേ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 3 വറ്റൽമുളക് അതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും വറുത്തെടുക്കാം. കുറച്ചും കൂടി കളറ് മാറി വരാനുണ്ട്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാൻ പോകുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ ഒന്നുകിൽ ലോ ഫ്ലെയിം ആക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ, അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട. പക്ഷെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുത്തത്. ആ ഒരു ചൂട് മതിയാവും അതൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു വാസന വരും നമുക്ക്. ഇനി ജസ്റ്റ് ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതൊന്ന് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഏത് ഇറച്ചിയായാലും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തരച്ച് വെക്കാം. ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയാൽ കിടിയില്ലാൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആ പോർക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു വലിയ കുക്കർ എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് 1.5 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ കുക്കർ എടുത്തതാണ്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഒരു 3-4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സവോള വഴറ്റിയെടുക്കാം. ഞാനൊരു 3 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ആദ്യം ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ചേർക്കാം. ഞാനിത് മുഴുവനോടെ തന്നെയാണ് ചേർക്കുന്നത്. തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ചെറിയ ഉള്ളിയാണ്. ഏകദേശം ഈ ഒരു ചെറിയ ബൗൾ നിറയെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. സവാളയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി ഉപ്പ് ഇനി ചേർത്താൽ മതിയല്ലോ. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കണ്ടോ, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക്
അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി, 2 മുഴുവൻ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 5 പച്ചമുളക്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പോർക്ക് മസാലയാണ്. നമുക്കൊരു 3 ടീസ്പൂൺ പോർക്ക് മസാല ചേർക്കാം. മൂന്ന് ടീസ്പൂൺ പോർക്ക് മസാല. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. പോർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നത്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ, എരിവ് കുറയ്ക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ പൊടികൾ ചേർത്ത് വഴറ്റാനായിട്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം. 1.5 കിലോ പോർക്കാണ്. നന്നായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. കണ്ടോ? ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് എൻ്റെ മേളിലൊന്ന് നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാടൊന്നും ഓവറാക്കേണ്ട കാര്യമില്ല. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ? ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ബീഫൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് വേവിക്കാൻ പാടില്ല. 3 വിസിൽ അത്രയും മതിയാവും പോർക്കിന്. കുക്കർ 3 വിസിലായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, അതിനകത്തുള്ള എണ്ണ ഇറങ്ങിയതാണ്. ഇതേപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. കുക്കർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കണ്ടോ? നമ്മൾ 3 വിസിലേ വേവിച്ചിട്ടുള്ളൂ. 3 വിസിലേ പോർക്ക് വേവിക്കാൻ പാടുള്ളൂ. അത്രയും മതി. അതിൽ കൂടുതൽ നമ്മൾ വേവിച്ചാൽ അത് ഹാർഡായി പോവും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മുടെ വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്തരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഗ്രേവി ഉണ്ട്. ഗ്രേവി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നമുക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അല്ല ഇങ്ങനെയാണ് വേണ്ടെങ്കിൽ നമുക്ക് ഈ പരുവത്തിലും എടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ 1 സ്പൂൺ ഉപ്പ് ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർക്ക് വറുത്തരച്ച കറി. നമുക്ക് ഏതിറച്ചി വേണമെങ്കിലും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. മറക്കരുത്. നിങ്ങൾക്ക് ബീഫാണോ ചിക്കനാണോ എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ അത് ചെയ്തെടുക്കാം. എളുപ്പമല്ലേ? പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. തേങ്ങ വറുത്തരയ്ക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.